അപ്പോൾ ചിക്കൻ സ്റ്റീം ചെയ്ത ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തേക്കണതാണ്, ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കശ്മീരി ചില്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിന് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു 1-2 മണിക്കൂറോളം നമ്മൾ ഇത് വെക്കണം. എന്നാലേ അതിൻ്റെ മസാലയൊക്കെ ചിക്കനിലോട്ട് ഇറങ്ങുള്ളൂ. നമ്മളിവിടെ ചിക്കൻ പീസാക്കുന്നില്ല, അതേപോലെ തന്നെയാണ് എടുക്കുന്നത്. മസാലയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം ചിക്കൻ അടച്ച് വെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂൺ ഓയിലൊഴിച്ച് ഒരു മീഡിയം സവാളയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ 2 പട്ടയാണ് നുറുക്കിയെടുത്തേക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഏലക്കയാണ് എടുത്തേക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് 5 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്യാനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിക്കൻ വേവാൻ എത്ര വെള്ളം വേണ്ടി വരും അതനുസരിച്ച് ഒഴിക്കാം. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി ഇഡലി സ്റ്റീമറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ചിക്കൻ സ്റ്റീം ചെയ്തെടുക്കാൻ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ തട്ട് വെച്ച് അതിൻ്റെ മീതെ ഞാൻ ചിക്കൻ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതൊരു 20-25 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. സ്റ്റീം ചെയ്യാനെടുത്തിരുന്ന ആ മസാല വെള്ളം അത് 2 കപ്പ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് റൈസ് വേവിക്കാനായിട്ടാണ്. പിന്നെ അതിനകത്ത് കൂടി 2.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഞാൻ അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വെള്ളം കളഞ്ഞ് വാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അരിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അരിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് എക്സ്ട്രാ കളറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഈ ടൈമിൽ നമുക്ക് ചേർക്കാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഈ ചോറിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ
നന്നായി അടച്ച് ഒരു വെയിറ്റ് എന്തെങ്കിലും മുകളിലോട്ട് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.